ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു ഷീറ്റ് മാസ്കിന്റെ ലൈവ് റിവ്യൂ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. റിവ്യൂ എന്നാണോ എന്താ പറയുക, ഇതിന്റെ റിസൾട്ട്. ഇത് റെനയുടെ ഒരു ഷീറ്റ് മാസ്ക് ആണ് എൻ്റെ ഉള്ളത്. ഹൈഡ്രോണിക് ആസിഡ് 0.1% ആൻഡ് അലോവേറ 0.5% ഷീറ്റ് മാസ്ക്. കണ്ടോ, നല്ല ക്യൂട്ട് അല്ലേ, ഭയങ്കര ക്യൂട്ട് പാക്കേജ്. അപ്പൊ ഈ സാധനമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ഇൻഫ്യൂസ്ഡ് വിത്ത് ടീ ട്രീ ആൻഡ് ലാവൻഡർ എക്സ്ട്രാക്ട് ഉണ്ട്. മിനിമൈസ് ഫൈൻ ലൈൻസ്, wrinkles ആൻഡ് ഇൻക്രീസ് സ്കിൻ എലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ആക്ച്വലി എൻ്റെ സ്കിൻ വലിയൊരു തകരാറില്ലാണ്ട് നന്നായിട്ടാണ് ഇരിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു കുറച്ച് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യാം സ്കിന്നിന്. കാരണം ഇന്നിപ്പോൾ നന്നായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ നാളെ മോശമാവും. അപ്പോൾ ആ ഒരു നല്ല രീതിക്ക് ഗ്രാജുവലി നല്ലപോലെ ആക്കാമെന്ന് വിചാരിച്ചു. ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്, ഞാൻ ആ ഒരു ധൈര്യത്തിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പാരബൻ ഫ്രീ ആണ്, ഇൻസ്റ്റന്റ് ആക്ഷൻ ഫോർമുല, ഓൾ നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഒറ്റ ഷീറ്റേ ഉള്ളൂ, എല്ലാവർക്കും അറിയായിരിക്കും, ഒരു ഷീറ്റാണ് വരത്തുള്ളൂ ഇതിനകത്ത്. സ്കിന്നിനെ പ്ലം ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും ഒക്കെ ഈ അലോവേറയും ഹൈഡ്രോണിക് ആസിഡും ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന് പറയുമ്പോൾ മറ്റേ റീത്തൂസിന് ഓർമ്മ വരും കേട്ടോ. ആ പുള്ളിക്കാരിയുടെ ആദ്യത്തെ ഒരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്, ആ ഒരു സാധനം കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്നു. ഇതൊരു ഹോം റെമഡി പോലെ യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത്. 15 to 20 minutes ഫേസ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 50 to 20 minutes നമുക്കിത് റിമൂവ് ചെയ്യാം. സിമ്പിൾ, കത്രികയൊന്നും വേണ്ട. നമ്മൾ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ വലിച്ചങ്ങ് പൊട്ടിച്ചാൽ മതി. എനിക്ക് എന്താണെന്നറിയില്ല, എപ്പോഴും ഷീറ്റ് മാസ്ക് എനിക്കൊരു വീക്ക്നെസ് ആണ്. ബിക്കോസ് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനിങ്ങനെ അൺഫോൾഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എവിടെയാണ് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയുള്ള ഏതോ ഒരു സ്ഥലത്ത് ഞാൻ ഷീറ്റ് മാസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചു. അവരെനിക്ക് ഫേസിൽ ഷീറ്റ് മാസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മാസ്ക്, മറ്റേ മുഖത്ത് വയ്ക്കുന്ന മാസ്ക് ഇല്ലേ, അതെടുത്ത് തന്നിട്ടുണ്ട്. പറഞ്ഞാൽ കോമഡി ആവും, പക്ഷെ തന്നിട്ടുണ്ട്, ശരിക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണ്ണും മൂക്കൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കറക്റ്റായിട്ട് ഇതിനെ തുറക്കുക. ഇവിടെ ഇച്ചിരി തുറന്നില്ല, എല്ലായിടത്തും തുറക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ബോറടിക്കുന്ന ടൈം പോകുന്നുണ്ടെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ വീഡിയോസും കാണുന്ന സമയത്ത് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. സെറ്റിങ്സിനകത്ത്, അതായത് നമ്മുടെ റൈറ്റ് കോർണറിൽ സെറ്റിങ്സ് ഉണ്ടാകും, അതിനകത്ത് എടുത്തിട്ട് വീഡിയോയുടെ സ്പീഡ് നമ്മൾ 2.5 മിനിറ്റുകൾ ചെയ്തിട്ട് ഭയങ്കര ഇപ്പം 1.5x അല്ലെങ്കിൽ 1.25 ഇട്ടാൽ മതി. അയ്യാ എന്താ സുഖം ഭായി, വെറുതെ അല്ലാട്ടാ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന് പറയുന്നത്. ഷീറ്റ് മാസ്കേ ഒരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് ആണ്, ഭയങ്കര കൂളിങ്. ആയി 2-3 മേടിച്ച് വെക്കണം. നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടോ? ഇത് 2 ലിപ്സ്റ്റിക്കിന്റെ മിക്സ് ആണേ. ഒരെണ്ണം നല്ലോണം ട്രാൻസ്ഫർ ആകും. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചേക്കുന്നൊരു പുതിയ വഴിയാണ്. അത് ഒരെണ്ണം നല്ലോണം ട്രാൻസ്ഫർ ആകും, ഒരെണ്ണം പോകത്തേ ഇല്ല. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തങ്ങിടും, അപ്പോൾ പോകത്തുമില്ല, നല്ല കളർ കിട്ടും. അങ്ങനെ ഇതിനെ കയ്യിലൊക്കെ ഇങ്ങനെ സെറം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ കഴുത്തിലും കയ്യിലും ഒക്കെ അങ്ങ് അപ്ലൈ ചെയ്ത് ഇതിനകത്തും കാണും. അപ്പോൾ നമ്മൾ ഒട്ടും വേസ്റ്റ് ആക്കരുത്, നമ്മളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതായത് ഇതിന് ആത്മാവ് വരെ എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഒന്നും ഇല്ല ഇതിനകത്ത്, അതുകൊണ്ട് എല്ലാത്തിനകത്തും ഉള്ളതാണല്ലോ. ഉണ്ട് കേട്ടോ, കണ്ടോ, കഴുത്തിലൊക്കെ തേക്കുക. നമ്മൾ എന്ത് സാധനം ഫേസിൽ അപ്ലൈ ചെയ്താലും അതൊരു DIY ആണെന്നുണ്ടെങ്കിൽ പോലും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ മസാജ് ചെയ്യുന്നതിലും ആ സാധനം നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിലിരിക്കും. നമ്മൾ എത്ര കാശ് മുടക്കി എത്ര ഭയങ്കര വിലയുടെ സാധനം മേടിച്ചാലും, അതായത് മറ്റുള്ളവർ യൂസ് ചെയ്തിട്ട് അതിന് എത്ര റിസൾട്ട് കിട്ടി എങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മേടിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ പ്രോപ്പർ രീതിയിലല്ല അത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 3G ആകും. മനസ്സിലായില്ലേ? സോ നമ്മൾ എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളത് ശ്രദ്ധിക്കണം. പ്രോപ്പർ വേയിൽ എന്താണോ അവർ പറഞ്ഞേക്കുന്നത് ആ പ്രോപ്പർ രീതി ഫോളോ ചെയ്യുക. ഇവർ പറയുന്നത് മിണ്ടാണ്ട് റിലാക്സ്, സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്നല്ലേ. അപ്പം ഞാൻ ഈ കിടന്ന് വർത്താനം പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർ രീതിയല്ല.
അതുകൊണ്ട് ഞാനിത് ഉണങ്ങുമ്പോൾ 5-16 മിനിറ്റ് ആയി കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പൊക്കി നോക്കാം. എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്ത് ചെയ്താലും ഭയങ്കര റിസൾട്ട് കിട്ടും. എനിക്കിവിടെ കുറച്ച് മാർക്കുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ. അത് കളയാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുറച്ച് അണ്ടർ ഐൻ്റെ ഡാർക്ക്നെസ് കുറച്ചുണ്ടേ എനിക്ക്. അത് കുറച്ച് ദിവസം എനിക്ക് മറ്റേ പീരീഡ്സിൻ്റെ ഇതൊക്കെ ആയിട്ട് ഉറക്കമൊന്നും ശരിയായില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് കൊണ്ടാരം. അപ്പോൾ അത് മാറാനും ഇനി ഇച്ചിരി, കാരണം ഞാൻ ഹിമാലയയുടെ അണ്ടർ ഐ ഡാർക്ക്നെസ്സിനുള്ള ആ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ പിൽഗ്രിമിൻ്റെ ഒരു അണ്ടർ ഐ റോൾ ഓൺ പോലെ ഇങ്ങനെ ചെയ്യാം. പക്ഷെ റോൾ ഓൺ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതായിട്ട് തോന്നിയില്ല. ബിക്കോസ് നമ്മൾ കൈവച്ച് തന്നെ മസാജ് ചെയ്യുമ്പോൾ ആണ് ആ റോൾ ഓൺ അത് സ്റ്റക്ക് പോലെ, അത് വർക്ക് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് എനിക്ക് അതത്ര നല്ലതായിട്ട് തോന്നിയില്ല. സോ ഞാൻ എല്ലാത്തിനും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിൽഗ്രിമിനെ കുറിച്ച് ഞാൻ ആക്ച്വലി റിവ്യൂ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ലേ, അത് ഞാൻ ഉടനെ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. സംഭവം വർക്കിംഗ് ഒക്കെയാണ്, പക്ഷെ അതിൻ്റെ അതൊരു ക്രീമി ഫോർമാറ്റായിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. വെറുതെ ആ റോൾ ഓൺ വെച്ചിട്ട് അത് അനങ്ങുന്നു പോലുമില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് അണ്ടർ ഐ ഡാർക്ക്നെസ് മാറാൻ വേണ്ടി ഹിമാലയയുടെ ക്രീമാണ്. അത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. നല്ല ഡിസ്കൗണ്ടും ഉണ്ടാകും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലെ. അല്ല, ഞാൻ ആമസോണിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇതെല്ലാം ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കൊടുത്തേക്കാം, നിങ്ങൾ വേണ്ടവർ വാങ്ങിക്കോളൂ. ഉണ്ടോ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും പുറത്തുനിന്ന് വെട്ടടിക്കുന്നു, അതിൻ്റെ വെയിലിൻ്റെ ഉണ്ടോ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ഞാൻ ഇവിടെ കൊണ്ട് കേൾപ്പിക്കുക സൗണ്ട്, ഇവിടെ മൈക്ക് വെച്ചിട്ട് കേട്ടോ. ഈ ഒരു സൗണ്ട് ഇതിനകത്ത് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ടാണ്. നമ്മുടെ അവർ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കറക്റ്റാണ്. ബിക്കോസ് മിനിമൈസ് ഫൈൻ ലൈൻസ്, ആക്ച്വലി എനിക്ക് അത്ര ഫൈൻ ലൈൻസ് ഇല്ലായിരുന്നു, വ്രിങ്കിൾസ് ഇല്ലായിരുന്നു, സ്കിൻ ഇലാസ്റ്റിസിറ്റി കൂടുന്നു, മുഖം പിടിച്ച് വലിച്ചങ്ങട് അങ്ങനെയല്ല, കുറച്ചൊരു ഇങ്ങനത്തെ ഒരു കുറച്ച് പ്ലം എഫക്റ്റില്ലേ അതുണ്ട് കേട്ടോ. കൊള്ളാം, ഒരു ഗ്ലാസി ലുക്ക് വന്നു. എൻ്റെ കണ്ണിൻ്റെ ഇതൊട്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഞാൻ കുറച്ച് ദിവസം പ്രോപ്പറായിട്ട് ചെയ്യുമ്പോഴത്തേനും എൻ്റെ ശരിയാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കണ്ടിട്ട് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ ആരാ കാണുന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ. കമൻറ്റ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ ഒന്ന് പറയണം. കാരണം നമുക്കൊരു കമ്മ്യൂണിറ്റി പോലെ നിങ്ങളുടെ അടുത്തും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ മാളു ആദ്യം തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാ നെയിം. സോ അവിടെ വന്നിട്ട് ഫോളോ ചെയ്യുക, മെസ്സേജ് ഒക്കെ വയ്ക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.